4 makes provision for the establishment of the Supreme Court of India. The article reads as under Establishment and Constitution of Supreme Court. 1. There shall be a Supreme Court of India consisting of a Chief Justice of India and until Parliament by law prescribes a larger number of not more than 25 other judges. 2. The Union Judiciary, Supreme Court. ഒന്നുകിൽ യൂണിയൻ ജുഡീഷ്യറി എന്ന് പറയും, അല്ലെങ്കിൽ സുപ്രീം കോടതി എന്ന് പറയും. രണ്ടിലേതെങ്കിലും ഒന്ന് പറയാം. ആർട്ടിക്കിൾ 124. 123 ഏതാ? മോളെ 123 ഏതാ ആർട്ടിക്കിൾ? മോളെ ആർട്ടിക്കിൾ 123 ഏതാ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ. ആ പറ, കേൾക്കട്ടെ. 123 പവർ ഓഫ് പ്രസിഡന്റ്. ഓർഡർ മേക്കിംഗ് പവർ ഓഫ് ദ പ്രസിഡന്റ്. മനസ്സിലായോ? ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ദ പ്രസിഡന്റ് ആണ് 123. 124 പറയുന്നത് the provision to establish the Supreme Court of India. സുപ്രീം കോടതി, ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി വേണമെന്നാണ് ആർട്ടിക്കിൾ 124 പറയുന്നത്. ആർട്ടിക്കിൾ റീഡ്സ് ആസ് അണ്ടർ. ആർട്ടിക്കിൾ ഇങ്ങനെ പറയുന്നു. എന്ത് പറയുന്നു? എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സുപ്രീം കോർട്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ, സുപ്രീം കോർട്ടിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സുപ്രീം കോർട്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ ആയിരിക്കണം. എങ്ങനെയായിരിക്കണം? There shall be a Supreme Court of India consisting of Chief Justice of India. There shall be a Supreme Court of India. ഇന്ത്യക്ക് ഒരു എന്ത് വേണം? ഒരു സുപ്രീം കോടതി വേണം. അവിടെ ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വേണം. Until the Parliament by prescribe a number not more than 25 other judges. പാർലമെന്റ് മറ്റ് നിയമങ്ങൾ ഉണ്ടാക്കാത്ത പക്ഷം നിലവിൽ 25 ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസും വേണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എവിടെ പറഞ്ഞിട്ടുള്ളത്? 124 124 കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എത്ര ജഡ്ജിമാരുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്? 31. എത്ര ഉണ്ട്? 30 പ്ലസ് 1 അല്ലേ? യെസ്. അപ്പോൾ ഇതൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത്, every judge of the Supreme Court shall be appointed by the President by warrant under his hand and sealed after consultation with such judges of the Supreme Court and the High Court in the state as the President may deem necessary for the purpose and shall the hold office until attain the age of 65 years. അവിടെ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? നിയമങ്ങളൊന്ന് വായിച്ചാൽ പറഞ്ഞാൽ. 2. Every judges of the Supreme Court shall be appointed by the President by warrant under his hand and seal after consultation with such of the judges of the Supreme Court and of the High Court in the states as the President may deem necessary for the purpose and shall hold office until he attain the age of 60 years. Yes, right. Every judge of the Supreme Court shall appointed by the President. സുപ്രീം കോടതിയിലെ എല്ലാ ജഡ്ജിമാരെയും അപ്പോയിൻമെന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ബൈ വാറണ്ട് അണ്ടർ ഹിസ് ഹാൻഡ്. വാറണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജഡ്ജിയായി അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ ഇന്ന ദിവസം മുതൽ ചുമതല ഏറ്റുകൊണ്ട് ഇന്ന ജോലികൾ ചെയ്യണമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നതിനാണ് വാറണ്ട് എന്ന് പറയുന്നത്. മജിസ്ട്രേറ്റ് ഇവിടെ പ്രതികൾ അല്ലെങ്കിൽ സാക്ഷികൾ ഹാജരാകുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന സമൻസിന് ശേഷം ഇഷ്യൂ ചെയ്യുന്നതിന് വാറണ്ട് എന്നാണ് പറയുന്നത്. പോയി പിടിച്ചോണ്ട് പോകാന്ന് പറയും. ആ വാറണ്ട് അല്ല ഈ വാറണ്ട്. മനസ്സിലായോ? The seal after consultation. Warrant under his seal, President ഒപ്പ്. After consultation with such judge of the Supreme Court. സുപ്രീം കോടതിയിലെ സീനിയറായ ജഡ്ജിമാരുടെ എല്ലാം എന്ത് ചെയ്യും? കൺസൾട്ട് ചെയ്യും.
the High Court of the state asked the president. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഹൈക്കോടതി ജഡ്ജിമാരെയും പ്രസിഡന്റാണ് അപ്പോയിൻമെന്റ് ചെയ്യുന്നത്. മേ ഡീം നെസസറി ഫോർ ദ പർപ്പസ് ആൻഡ് ഷാൽ ഹോൾഡ് ദ ഓഫീസ് അറ്റൈൻ 65 ഇയേഴ്സ്. സുപ്രീം കോടതി ജഡ്ജിമാരെന്ത് ചെയ്യും? 65 വയസ്സ് വരെ ഓഫീസിൽ തുടരും. ഇവിടെ 75 വയസ്സായാലും മന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ഓരോരുത്തരെ ഇരിക്കുക അല്ലേ? അല്ലേ? അതെ സാർ. അതെ സാർ. സുപ്രീം കോടതി ജഡ്ജി ആയാൽ പോലും 65 വയസ്സിലേക്ക് ഇരിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ പൊക്കോണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭരണഘടന. പക്ഷേ മന്ത്രിമാരുടെ കാര്യത്തിൽ അങ്ങോട്ട് തീരുമാനം എടുക്കും. അതുകൊണ്ട് നമ്മുടെയൊക്കെ തലയിൽ അല്ലാണ്ട് പറയാം. അടുത്തത് പ്രൊവൈഡഡ് ദാറ്റ് എന്നിരുന്നാലും ഇൻ കേസ് ഓഫ് അപ്പോയിൻമെന്റ് ഓഫ് ജഡ്ജ് അതർ ദാൻ എ ചീഫ് ജസ്റ്റിസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഷാൽ ഓൾവൈസ് കൺസൾട്ട്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലാതെ മറ്റേതെങ്കിലും ജഡ്ജിയെ പ്രസിഡന്റ് അപ്പോയിൻമെന്റ് ചെയ്താൽ ചീഫ് ജസ്റ്റിസിനോട് കൺസൾട്ട് ചെയ്തതിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? Provided further that a judge may by writing under his hand address to the president resign the office. ഒരു ജഡ്ജിക്ക്, ഏത് ജഡ്ജിക്ക്? പ്രസിഡന്റ് അപ്പോയിൻമെന്റ് ചെയ്ത ജഡ്ജിക്ക് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിക്കും ഹൈക്കോടതി ജഡ്ജിക്കും റിസൈൻ ചെയ്യണമെങ്കിൽ പ്രസിഡന്റിന് ലെറ്റർ കൊടുത്തിട്ട് റിസൈൻ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? removed from the office in the manner provided in clause 4. ക്ലോസ് 4ൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജഡ്ജിയെ റിമൂവ് ചെയ്യാം. റിമൂവൽ ഓഫ് ജഡ്ജസ്. എന്താ അതിൻ്റെ ചാർജ്? വയലേഷൻ അല്ല, പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി അല്ലേ? അതെ. 2A പറയുന്നത് the age of the judge of the Supreme Court shall be determined by such authority and in such manner as the Parliament may by law provided. പാർലമെന്റ് നിയമനിർമ്മാണം നടത്തി സുപ്രീം കോടതിയുടെ സാലറിയും ജഡ്ജിയുടെ സാലറിയും അലവൻസസും പിന്നെന്തോന്നും പ്രായവുമൊക്കെ പ്രത്യേക നിയമം ഉണ്ടാക്കി തീരുമാനിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ധാരണയനുസരിച്ച് 65 വയസ്സ് വരെ തുടരാം. പാർലമെന്റ് വേണമെങ്കിൽ വേറെ നിയമം ഉണ്ടാക്കാം. മനസ്സിലായോ? മനസ്സിലായി. അടുത്തത് A person shall not be qualified for appointment of judge of the Supreme Court unless he is a citizen of India. ഇന്ത്യയിലെ ഒരു പൗരനല്ലാത്തയാള് ഇന്ത്യയുടെ ജഡ്ജിയാവാൻ ഇതല്ല ക്വാളിഫൈഡ് അല്ല. എ പേഴ്സൺ ഷാൽ നോട്ട് ബി ക്വാളിഫൈഡ് എന്നാ പറയുന്നത്. എ പേഴ്സൺ ഷാൽ നോട്ട് ബി ക്വാളിഫൈഡ് for the appointment of a judge of a Supreme Court unless he is a citizen of India and has been for at least 5 years of a judge in the High Court. ഒരാൾ സുപ്രീം കോടതി ജഡ്ജി ആവുന്നതിന് വേണ്ടി ഒരാൾ ഹൈക്കോടതിയിൽ ഏറ്റവും കുറഞ്ഞ 5 വർഷത്തെ പ്രാക്ടീസ് മതി. has and for at least 5 years judge in the High Court or 2 or more such courts in succession. രണ്ടോ അതിലധികമോ കോടതികളിൽ എന്ത് ചെയ്താൽ മതി? അദ്ദേഹം 5 വർഷത്തിൽ കൂടുതൽ ഇരുന്നാൽ മതി. അദ്ദേഹത്തിന് സുപ്രീം കോടതി ജഡ്ജിയായിട്ട് എലിവേറ്റ് ചെയ്യാവുന്നതാണ്. ഹാസ് ബീൻ അറ്റ് ലീസ്റ്റ് 10 years advocate of the High Court or 2 or more courts succession. ഹൈക്കോടതിയിൽ 10 വർഷത്തിൽ കുറയാത്ത പ്രാക്ടീസ് അത് 2 ഹൈക്കോടതികളിലാണെങ്കിലും എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് സുപ്രീം കോടതി ജഡ്ജിയായി പരിഗണിക്കാവുന്നതാണ്. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി സർ. 10 വർഷത്തെ പ്രാക്ടീസ് ഉള്ള ഒരു ഹൈക്കോടതി അഡ്വക്കറ്റിനെ സുപ്രീം കോടതി ജഡ്ജിയായി പരിഗണിക്കാവുന്നതാണെന്ന്. ഈസ് in the opinion of the president and a distinguished lawyer. ഇത് മാത്രം പോരാ. പ്രസിഡന്റ് അഭിപ്രായത്തിൽ അയാളൊരു മിടുമിടുക്കനായ ജൂറിസ്റ്റ് ആയിരിക്കണം, നിയമവിദഗ്ധനായിരിക്കണം. 2 ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് ലോയർ ആയിരിക്കണം, ഒരു മിടുക്കനായ ലോയർ ആയിരിക്കണം.
അങ്ങനെയാണെങ്കിൽ ആ വക്കീല് 10 വർഷത്തെ ഹൈക്കോടതി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അയാളെ സുപ്രീം കോടതി ചെയ്യാക്കാം. അടുത്തത് explanation 1. In this clause, High Court means a High Court which exercise or which at any time before the commencement of the Constitution exercise jurisdiction in part of the territory of India. ഇവിടെ ഹൈക്കോടതി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുമ്പേ ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശത്ത് ഹൈക്കോടതിയായി പ്രവർത്തിക്കുന്ന കോടതികളെയാണ് ഹൈക്കോടതി എന്ന് പറയുന്നത്. അന്ന് കേരളത്തിൽ ഹൈക്കോടതി ഇല്ല, മദ്രാസിലായിരുന്നു കോടതി. അപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ വിധികളാണ് അന്ന് നമുക്ക് ബാധകമായത്. മനസ്സിലായോ? യെസ്. അടുത്തത്, ഇൻ കമ്പ്യൂട്ടിംഗ് ദ പർപ്പസ് ഓഫ് ദിസ് ക്ലോസ് the period during which the person has been on an advocate, any period during which the period has been judicial officer not inferior to that a judge after become the advocate shall be included. എന്താ പറഞ്ഞേക്കുന്നത്? ഇൻ കമ്പ്യൂട്ടിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ദ ക്ലോസ് the period during the person has been an advocate. ഒരാളെ അഡ്വക്കേറ്റ് എന്ന് പരിഗണിക്കുന്നത് എ പീരിയഡ് ഡ്യൂറിംഗ് വിച്ച് എ പേഴ്സൺ ഹാസ് ബീൻ ഹെൽഡ് ജുഡീഷ്യൽ ഓഫീസർ. അയാൾ ജുഡീഷ്യൽ ഓഫീസറായിരുന്ന കാലം നോട്ട് ഇൻഫീരിയർ ദാൻ ദ ഡിസ്ട്രിക്ട് ജഡ്ജ്. ഒരാൾ ഡിസ്ട്രിക്ട് ജഡ്ജ് അല്ലാതെ ജുഡീഷ്യൽ ഓഫീസറായിരുന്ന കാലം ആഫ്റ്റർ ബിക്കം ദ അഡ്വക്കേറ്റ് ഷാൽ ബി ഇൻക്ലൂഡഡ്. അഡ്വക്കേറ്റ് ആയതിനു ശേഷം അയാൾ ജഡ്ജി ആയിട്ടുണ്ടെങ്കിൽ ജില്ലാ ജഡ്ജി ആയിട്ടിരുന്ന കാലവും എന്ത് ചെയ്യാം? അയാൾ അഡ്വക്കറ്റ് ആയിരുന്നു എന്ന് ജില്ലാ ജഡ്ജി ആയിരുന്ന കാലമല്ലാത്തതും അയാൾ അഡ്വക്കറ്റ് ആണെന്ന് പരിഗണിക്കാം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ജുഡീഷ്യൽ ഓഫീസറായിരുന്നയാളും 10 വർഷത്തെ പ്രാക്ടീസ് ഉള്ളയാളെ പ്രസിഡന്റിന് വേണമെങ്കിൽ എന്താക്കാം? സുപ്രീം കോടതി ജഡ്ജിയാക്കാം. മനസ്സിലായോ? മനസ്സിലായി. A. Judge of the Supreme Court shall not be removed from the office except by the order of the President, passed after the address of each house of the Parliament, supported by majority of total membership of that house. വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രസിഡന്റിന് ജഡ്ജിയെ റിമൂവ് ചെയ്യാം. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും ഭൂരിപക്ഷം വേണം. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും ഭൂരിപക്ഷത്തോടുകൂടി ഒരു പ്രമേയം പാസാക്കി പ്രസിഡന്റിന് അയച്ചു കൊടുത്താൽ പ്രസിഡന്റ് ആ പ്രമേയത്തിൽ ഒപ്പിട്ടാൽ ആ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി നാളെ ജഡ്ജി അല്ലാതെ. അതുകൊണ്ട് 3/2 ഭൂരിപക്ഷമൊക്കെ ഉള്ള ആരോട്, രാഷ്ട്രീയക്കാരോടൊന്നും വലുതായിട്ട് ജഡ്ജിമാർ കയറി കളിക്കാറ്. മനസ്സിലായോ? യെസ് സർ. മനസ്സിലായി സാർ. അപ്പോൾ മെമ്പർഷിപ്പ് ഓഫ് ദാറ്റ് ഹൗസ് ആൻഡ് മെജോറിറ്റി നോട്ട് ലെസ് ദാൻ 2/3 ഓഫ് ദ മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ് പ്രസന്റ് ഇൻ വോട്ടിംഗ് ഹാസ് ബീൻ പ്രസന്റഡ് ഫോർ ദ പ്രസിഡന്റ്. എന്താ പറഞ്ഞേക്കുന്നത്? ഇപ്പോ പാർലമെന്റിലെ ലോകസഭയിലാണ് പ്രമേയം അവതരിപ്പിക്കുന്നെങ്കിൽ അവിടെ 3/2 ഭൂരിപക്ഷം വേണം. രാജ്യസഭയിൽ അയച്ചു കൊടുത്താൽ അവിടെയും 3 ഭൂരിപക്ഷം വേണം. എപ്പോഴാണ്? പ്രസന്റ് ഇൻ വോട്ടിംഗ്. വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്ര പേരാണോ അന്ന് സഭയിലുള്ളത് അതിലെ 3/2 ഭൂരിപക്ഷത്തോടെ എന്ത് ചെയ്യാം? ആ റെസല്യൂഷൻ എവിടെ ചെയ്യാം? ദ പ്രസിഡന്റ് ഇൻ ദ സെയിം സെഷൻ ആൻഡ് സച്ച് റിമൂവൽ ഓൺ ദ ഗ്രൗണ്ട് പ്രൊവൈഡഡ് മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി. വളരെ വ്യക്തമായി കേൾക്കണം. ദ പ്രൂവ്ഡ് മിസ്ബിഹേവിയർ, സ്വഭാവദൂഷ്യം, ആൻഡ് ഇൻകപ്പാസിറ്റി. കേസ് കേട്ടാൽ മനസ്സിലാവത്തില്ല. വക്കീലന്മാർ വന്ന് ഇംഗ്ലീഷ് പറയും, ജഡ്ജിക്ക് മനസ്സിലാവില്ല. കേസ് പറഞ്ഞാൽ വിധി പറയാൻ സമയമില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്ക് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി പറയും. അടുത്തത്, ഇത് ഒത്തിരി ആയല്ലോ. 5 നിമിഷമാണെന്ന് വായിച്ചേ. ഈ 2 വായിക്കണ്ടല്ലോ, അതിന്റെ താഴത്തോട്ട് വായിച്ചപ്പോ മതി.
provided that in the case of appointment of a judge other than the Chief Justice of India shall always be consulted, provided further that a judge may, by writing under his hand addressed to the President, resign his office. B. A judge may be removed from his office in the manner provided in clause 4. 2a. The age of a judge of the Supreme Court shall be determined by such authority and in such manner as Parliament may by law provide. 3. A person shall not be qualified for appointment as a judge of Supreme Court unless he is a citizen of India and has been for at least 5 years a judge of the High Court or of two or more such courts in succession. B has been for at least 10 years an advocate of a High Court or of two or more such courts in succession. C is an opinion of the President, a distinguished jurist. Explanation 1. In this clause, High Court means a High Court which exercise or which at any time before the commencement of his constitution exercised jurisdiction in any part of the territory of India. Explanation 2. In computing for the purpose of this clause the period during which a person has been an advocate, any period during which a person has held judicial office not inferior to that of a district judge after he become an advocate shall be included. Or a judge of the Supreme Court shall not be removed from his office except by an order of the President passed after an address by each House of Parliament supported by a majority of the total membership of that House and by a majority of not less than two-thirds of the members of the House present and voting has been presented to the President in the same session for such a removal on the ground of proved misbehavior or incapacity. യെസ്, അടുത്ത നോക്കൂ. The Parliament may by law regulate the procedure of the presentation of the address for the investigation and proof of the misbehavior or incapacity of the judge under Article 4. അപ്പോൾ മിസ്ബിഹേവിയർ ഇൻകപ്പാസിറ്റിയും തെളിയിക്കുന്നതിന് വേണ്ടിയും അതിൻ്റെ പ്രൊസീജിയർ ഫ്രെയിം ചെയ്യുന്നതും പാർലമെൻ്റാണ്, ജഡ്ജിമാരല്ല. Every person appointed the judge of the Supreme Court shall, before he enters upon the office, make the subscribe before the President or some person appointed in that behalf by him and other affirmation according to the form set out the purpose of third schedule. മൂന്നാം പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന സുപ്രീം കോടതി ജഡ്ജിമാരുടെ സത്യവാചക പ്രകാരം ഫോം പ്രകാരം അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയുടെ സത്യവാചക ഫോം പ്രകാരം എവിടെ പ്രസിഡന്റ് മുമ്പിലോ അല്ലെങ്കിൽ പ്രസിഡന്റ് ഓതറൈസ് ചെയ്യുന്ന വ്യക്തിയുടെ മുന്നിലോ സത്യവാചകം ചൊല്ലി വേണം സുപ്രീം കോടതി ജഡ്ജിമാർ, ഹൈക്കോടതി ജഡ്ജിമാർ അധികാരമേൽക്കേണ്ടത്. മനസ്സിലായോ? മനസ്സിലായി സാർ. യെസ്. No person who has held office as a judge of the Supreme Court shall plead or act in any court before any authority within the territory of India. വളരെ വ്യക്തമായൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ കസേരയിലിരുന്ന ആരും ഇന്ത്യയിലെ ഒരു കോടതിയിലും ഒരു ട്രൈബ്യൂണലും പ്രാക്ടീസ് ചെയ്യാൻ, അഡ്വക്കറ്റായി പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ആരും ഇന്ത്യയിലെ ഒരു ഹൈക്കോടതിയിലോ ജില്ലാ കോടതിയിലോ അതിന് താഴോട്ടുള്ള കോടതിയിലോ വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ട്രൈബ്യൂണലിലും അദ്ദേഹത്തിന് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി പ്രാക്ടീസ് ചെയ്തോണം. മനസ്സിലായോ? മനസ്സിലായി സാർ. യെസ്. ആരാ വായിക്കാനുള്ളത്? വായിച്ചേക്കെ കേട്ടത്. യെസ്, മനസ്സിലായോ? യൂണിയൻ ജുഡീഷ്യറി മനസ്സിലായോ? മനസ്സിലായി സാർ. യൂണിയൻ ജുഡീഷ്യറി ഒന്ന് ശ്രദ്ധിച്ചോ. 124 യൂണിയൻ ജുഡീഷ്യറിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവിടെ പ്രത്യേക നിയമമൊന്നുമില്ലെങ്കിൽ എത്ര ജഡ്ജിമാർ വേണമെന്നാ പറഞ്ഞേ? നോട്ട് മോർ ദാൻ 25. ഓക്കെ.
അടുത്ത എന്താ പറഞ്ഞത്? അങ്ങനെ അപ്പോയിൻമെൻറ്റ് ചെയ്യപ്പെടുന്ന ജഡ്ജിമാർ പ്രസിഡന്റ് മുമ്പാകെ സത്യവാചകം ചൊല്ലി അധികാരമേൽക്കണം. 65 വയസ്സ് വരെ അദ്ദേഹത്തിന് ജഡ്ജിയായി തുടരാവുന്നതാണ്. ചീഫ് ജസ്റ്റിസിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. പ്രസിഡൻ്റ് വാറണ്ടും അദ്ദേഹത്തിൻ്റെ സീലും ഉണ്ടായിരിക്കണം. ഇപ്പോൾ പ്രസിഡൻ്റ് ചീഫ് ജസ്റ്റിസിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ സീനിയറായ ജഡ്ജിമാരുമായിട്ട് കൺസൾട്ട് ചെയ്തിരിക്കണം. ചീഫ് ജസ്റ്റിസിനെ അല്ലാതെ മറ്റേത് ജഡ്ജിയും അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ ചീഫ് ജസ്റ്റിസുമായി പ്രസിഡന്റ് കൺസൾട്ട് ചെയ്തിരിക്കണം. പിന്നെ ജഡ്ജിക്ക് റിസൈൻ ചെയ്യണമെങ്കിൽ പ്രസിഡന്റിന് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിരിക്കണം. ജഡ്ജിയെ റിമൂവ് ചെയ്യുന്നതിനാണെങ്കിൽ പ്രൂവ്ഡ് മിസ്ബിഹേവിയറും ഇൻകപ്പാസിറ്റിയുമാണ് ചാർജ്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസ്സാക്കിയിരിക്കണം. 3/2 ഭൂരിപക്ഷത്തോടെ പാർലമെൻറ്റ് ഇരുസഭകളും പാസ്സാക്കിയാൽ ആ പാസ്സാക്കുന്ന ഓർഡർ അല്ലെങ്കിൽ ബില്ല് ആർക്ക് അയച്ചു കൊടുത്താൽ, പ്രസിഡന്റ് അയച്ചു കൊടുത്താൽ, പ്രസിഡന്റ് അതിൽ ഒപ്പിട്ടാൽ ജഡ്ജിയെ റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? യെസ്, പ്രൂവ്ഡ് മിസ്ബിഹേവിയറും ഇൻകപ്പാസിറ്റിയും എന്താണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയോ ജഡ്ജിക്ക് ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയോ ഉള്ള നിയമവും പ്രൊസീജിയറുകളും പാർലമെൻറ്റ് ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിനകത്ത്? ഉണ്ടോ? അപ്പം ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നോട്ട് എഴുതി വെച്ച് പഠിക്കണം. മനസ്സിലായോ? മനസ്സിലായി സാർ. യെസ് സാർ. പിന്നെ വേറെ പറഞ്ഞിട്ടില്ലേ, സുപ്രീം കോടതിയുടെ താഴെയുള്ള കോടതികളിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ? സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർഡായ ഒരു ജഡ്ജി സുപ്രീം കോടതിയിലോ ഇന്ത്യയിലെ ഒരു കോടതിയിലും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ആവുന്ന ജഡ്ജി ഇന്ത്യയിലെ ഒരു ജഡ്ജായിരിക്കുന്ന ടൈമിലാണോ? അല്ല, റിട്ടയർ ചെയ്തതിന് ശേഷം. ഓക്കെ, റിട്ടയർ ചെയ്തതിന് ശേഷം, സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഇന്ത്യയിലെ ഒരു കോടതിയിലോ ഒരു അതോറിറ്റിയുടെ മുമ്പിലോ അദ്ദേഹം ലീഗൽ പ്രാക്ടീസായി പോകാൻ പാടില്ല. ഹൈക്കോടതി ചെയ്യുന്ന ജഡ്ജി, റിട്ടയർ ചെയ്യുന്ന ജഡ്ജി സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാം, വേറൊരു കോടതിയിലും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അടുത്തത് സൂപ്പർമസി ഓഫ് എക്സിക്യൂട്ടീവ് ജഡ്ജസ് ട്രാൻസ്ഫർ കേസ് 1. ജഡ്ജിമാരെ ട്രാൻസ്ഫർ ചെയ്ത കേസ് ശരിയാണോ തെറ്റാണോ എന്നാണ് പ്രശ്നം. SP Gupta vs. Union of India 1981, the court stated that regarding the clause 2 article 124 that it is a precedent which effective substance means the central government which is empowered by the constitution to appoint judge of the high courts in the central government, but such powers exercisable only after consulting the Chief Justice of India, Governor of the state, and the Chief Justice of the High Court. ഇവിടെ സംഭവം എന്താണെന്നറിയാൻ, 1981 ഭരിച്ചിരുന്ന പാർട്ടി, 81 ആരാ ഭരിച്ചതെന്നറിയാലോ, കോൺഗ്രസ് ആണ് ഭരിച്ചത്. ഈ കോൺഗ്രസിൻ്റെ താല്പര്യമുള്ള പല ജഡ്ജികളെയും സീനിയോറിറ്റി മറികടന്നുകൊണ്ട് എവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തു? സുപ്രീം കോടതിയിൽ അപ്പോയിൻമെൻറ്റ് ചെയ്തു. ചീഫ് ജസ്റ്റിസ് ആയിട്ടും അങ്ങനെ പ്രധാന പോസ്റ്റുകൾ അപ്പോയിൻമെൻറ്റ് ചെയ്തു. അപ്പോൾ നിലവിലുണ്ടായിരുന്ന സീനിയർ ജഡ്ജിമാർക്ക് ഇഷ്ടപ്പെടുന്നു. അവരെന്ത് ചെയ്തു? സുപ്രീം കോടതി കൊണ്ട് കേസ് കൊടുത്തപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയെ സീനിയറിനെ തന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്യണമെന്ന് നിയമമില്ല. ഹൈക്കോടതിയിൽ എത്ര വർഷം? 10 വർഷം ജഡ്ജിയായിരുന്നയാളെ എന്ത് ചെയ്യാം? സുപ്രീം കോടതിയിലേക്ക് ജഡ്ജിയാക്കാം. സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ 10 വർഷത്തെ പ്രാക്ടീസുള്ള വക്കീലിനെ എന്താക്കാം? സുപ്രീം കോടതി ജഡ്ജിയാക്കാം എന്നൊക്കെയാണ് ക്ലോസ്. അല്ലാതെ സീനിയോറിറ്റി ഉള്ള ജഡ്ജിയെ ചീഫ് ജസ്റ്റിസ് ആക്കണം, അവരെ തന്നെ പ്രൊമോട്ട് ചെയ്യണമെന്ന് നിലവിൽ നിയമമില്ല എന്ന് ആര് വാദിച്ചു? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വാദിച്ചു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സുപ്രീം കോടതിയും രണ്ടാണ് കേട്ടോ.
അങ്ങനെ വാദിച്ചപ്പോഴേക്കും അതിനകത്ത് സുപ്രീം കോടതി പറഞ്ഞ അഭിപ്രായമാണ് എന്താണ്, അങ്ങനെ ഒരു ജഡ്ജിയെ അപ്പോയിൻമെന്റ് ചെയ്യുമ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ടുമായിട്ട് കൺസൾട്ട് ചെയ്യണം. ഹൈക്കോടതിയിൽ അങ്ങനെ നടത്തുമ്പോൾ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസുമായി കൺസൾട്ട് ചെയ്യണം. അല്ലാതെ ഭരിക്കുന്ന പാർട്ടിയുടെ വിംസ് ആൻഡ് ഫാൻസീസ് അനുസരിച്ച് ചെയ്താൽ പോരാ എന്നാണ് എന്ത് എസ് പി ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ പറഞ്ഞു. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി സാർ. The court said that it is clear on the plain reading the of these two articles of the Chief Justice of India and Chief Justice of the High Court and such other judges of the High Court and the Supreme Court of the central government may be deemed it's necessary to consult. അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് അങ്ങനെ ഒരാളെ എടുക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ ഹൈക്കോർട്ട്സ് അവരുമായി കൺസൾട്ട് ചെയ്യണം, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുമായി കൺസൾട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ആർ മിയർലി കോൺസ്റ്റിറ്റ്യൂഷണൽ ഫങ്ഷണറീസ് ഹാവിംഗ് കൺസൾട്ട് റോൾ ഓഫ് ദ പവർ ഓഫ് അപ്പോയിൻമെന്റ് ഓഫ് റിസൈഡ്സ് solely in exclusively for the central government. The court is also held that the consultation does not mean concurrence. കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ അനുമതി മേടിക്കണമെന്നല്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോവുകയാണ്, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാലും മതി. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പോൾ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകും, ഡോക്ടർ പറഞ്ഞൊക്കെ നമ്മൾ കേട്ടു എന്ന് വിചാരിച്ച് ഡോക്ടർ പറഞ്ഞ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. ഒരു വക്കീലിനെ നമ്മൾ കാണാൻ പോയി, വക്കീലിനെ നമ്മൾ കൺസൾട്ട് ചെയ്തു, വക്കീൽ പറയുന്നത് അതുപോലെ ചെയ്യണമെന്നില്ല. നമ്മൾ വേറൊരു വക്കീലിനെ പോയി കണ്ടപ്പോൾ വേറൊരു വക്കീൽ വേറെ രീതിയിലാണ് പറഞ്ഞത്, ആ രണ്ടാമത് പറഞ്ഞ വക്കീൽ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടു, അത് നമ്മൾ ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെ ചെയ്യാം. ശരി, അപ്പോൾ അതൊന്ന് വായിച്ച്. 5 ദിവസം പോയല്ലോ. കുറച്ചു മുന്നേ പോയില്ലേ? വായിക്കും, മോള് വായിക്കും. Sir. Supremacy of Executive Judge Transfer Case 1. In SP Gupta versus Union of India 1981, SUPP എന്ന് പറയുമ്പോൾ എന്താണ് സർ? Supplementary Supreme Court Case 87. The court stated that the reading of clause 2 of the Article 224 that it is the president which in effect and substance means the central government which is empowered by the constitution to appoint judge of high court in the central government, but such powers is accessible only after consultation with the Chief Justice of India, the Governor of the state, and the Justice of India, the Chief Justice of the High Court, and such other judges of High Courts and of the Supreme Court as the central government may deem it necessary to consult, are merely constitutional functionaries having a consultative role and power appointed reside solely and exclusively in the central government. The court also held that the consultation does not mean concurrence. കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അനുമതി വാങ്ങലല്ല, നോട്ട് കൺകറൻസ്. മനസ്സിലായോ? അടുത്തത് ദ ജുഡീഷ്യൽ സൂപ്പർമസി ആൻഡ് ജഡ്ജസ് ട്രാൻസ്ഫർ. ആദ്യത്തെ കേസ് നമ്മൾ പറഞ്ഞത് എക്സിക്യൂട്ടീവ് സൂപ്പർമസി ഇൻ ജഡ്ജസ് ട്രാൻസ്ഫർ കേസ്. രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞ ജുഡീഷ്യൽ സൂപ്പർമസി, ജഡ്ജിമാർക്കാണ് അധികാരം കൂടുതൽ, ജഡ്ജിമാരെ ട്രാൻസ്ഫർ ചെയ്യുന്ന കേസ് എന്നാണ് പറഞ്ഞത്. In a historic judgment, the Supreme Court Advocate of Record and Association versus University. സുപ്രീം കോടതി ഒരു പരിപാടിയുണ്ട്, വക്കീലന്മാർ തന്നെയാണ് കേസ് ഫയൽ.
ഹൈക്കോടതിയിൽ വക്കീലന്മാരല്ല കേസ് ഫയൽ ചെയ്യുന്നത്, ക്ലർക്കന്മാരാണ്. സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്ന ക്ലർക്കന്മാരുടെ പേരാണ് അഡ്വക്കറ്റ് ഓൺ റെക്കോർഡ്. അത് ക്ലർക്കന്മാരല്ല ഫയൽ ചെയ്യുന്നത്, വക്കീലന്മാർ തന്നെയാണ് ഫയൽ ചെയ്യുന്നത്. മനസ്സിലായോ? അഡ്വക്കറ്റ് ഓൺ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അത് വക്കീലന്മാരാണ്. അതിന് അഡ്വക്കറ്റ് ഓൺ റെക്കോർഡ് ആവുന്നതിന് വേണ്ടി സുപ്രീം കോടതി പ്രത്യേക പരീക്ഷ എഴുതി പാസ്സാണ്. ഇത് നോക്കൂ, ഇൻ എ ഹിസ്റ്റോറിക് ജഡ്ജ്മെന്റ് ഓഫ് സുപ്രീം കോർട്ട് അഡ്വക്കറ്റ്സ് ഓൺ റെക്കോർഡ് അസോസിയേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1993, the court held that in the matter of appointment of judge of the Supreme Court, സുപ്രീം കോടതി ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട് ആൻഡ് ദ ഹൈക്കോടതി ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടും സുപ്രീം കോടതി ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടും the opinion of the Chief Justice of India shall be final. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറയുകയാണ് അയാളെ പറ്റില്ല, ഇയാളെ മതി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫൈനൽ. No appointment can be made by the President under Article 124 subclause 2 or 217 subclause 1 of the Constitution unless conformity with the opinion of the Chief Justice of India. 124 പ്രകാരവും 117 പ്രകാരവും പ്രസിഡന്റ് അപ്പോയിൻമെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് പറയാണ് പറ്റില്ല എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് അപ്പോയിൻമെന്റ് ചെയ്യാൻ പറ്റില്ല. The court also said that the process of consultation under Article 124(2) means consultation with the Chief Justice of India as the head of the judiciary. കൺസൾട്ടേഷൻ നടത്തണമെന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസുമായി കൺസൾട്ടേഷൻ നടത്തണമെന്നാണ്. എന്തുകൊണ്ടാണ്? ചീഫ് ജസ്റ്റിസ് ഈസ് ദ ഹെഡ് ഓഫ് ജുഡീഷ്യറി. എന്താ പറഞ്ഞേക്കുന്നത്? The opinion of the Chief Justice of India is not his individual but formed collectively by the body of means the apex level of judiciary. അപ്പോൾ ചീഫ് ജസ്റ്റിസുമായി കൺസൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏകപക്ഷീയമായ അഭിപ്രായമല്ല. സുപ്രീം കോടതിയിലെ സീനിയറായ ജഡ്ജിമാരുടെ അഭിപ്രായത്തിനെയാണ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. സച്ച് കളക്ടിവിറ്റി ഷാൽ കൺസിസ്റ്റ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, 2 senior most judges of the Supreme Court and senior Supreme Court judge who comes from the states. ഒരു സംസ്ഥാനത്തിൽ ഒരു ചീഫ് ജസ്റ്റിനെ എടുക്കുമ്പോൾ ആ സംസ്ഥാനത്ത് നിന്ന് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ അഭിപ്രായം കൂടി കേൾക്കണം. ഉദാഹരണം, കേരളത്തിൽ നിന്ന് 2 ജഡ്ജിമാർ സുപ്രീം കോടതിയിലുണ്ടെന്ന് കരുതുക. അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു ജഡ്ജിയെ സുപ്രീം കോടതി എടുക്കാൻ പോവുകയാണ് എങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെയും 2 സീനിയർ ജഡ്ജിയുടെ അഭിപ്രായം കേൾക്കുന്നതോടൊപ്പം കേരളത്തിൽ നിന്ന് സുപ്രീം കോടതിയിൽ ജഡ്ജിയായ 2 പേരുടെയും കൂടെ അഭിപ്രായം കേൾക്കേണ്ടതുണ്ട്. അതിനെയാണ് കൺസൾട്ടേഷൻ ഓഫ് ജുഡീഷ്യൽ സൂപ്പർമസി അതർ ദാൻ എക്സിക്യൂട്ടീവ് സൂപ്പർമസി എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാർ. വായിച്ചേ കേൾക്കട്ടെ. The Chief Justice of India as head of the judiciary. The opinion of the Chief Justice of India is not his individual but formed collectively by a body of men at the apex level of the judiciary. Such a collectivity shall consist of the Chief Justice of India, 2 senior most judges of the Supreme Court and a senior Supreme Court judge who comes from the state. മനസ്സിലായോ? അടുത്തത് മനസ്സിലായി സാർ. യെസ്, ജുഡീഷ്യൽ സൂപ്രമസി ഓർ ജഡ്ജസ് ട്രാൻസ്ഫർ കേസ് 3. അടുത്ത് നോക്കിയേ. ഇൻ സ്പെഷ്യൽ റെഫറൻസ് നമ്പർ 1 ഓഫ് 1998 റെഫറൻസ് കേസ് നമ്പർ 1 പ്രകാരം എ 9 ജഡ്ജി ബെഞ്ച് ഓഫ് ദ സുപ്രീം കോർട്ട്. 9 ജഡ്ജി ബെഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ അതിയെ അർത്ഥം? ഫോറം എത്രയാ? എന്താ അഞ്ജുഷേ? 9 ജഡ്ജിമാരിരിക്കുന്ന കോടതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ?
ശരി, സുപ്രീം കോടതി സിംഗിൾ ജഡ്ജിമാർ ഉണ്ടോ? സിംഗിൾ ബെഞ്ച് ഉണ്ടോ? ഇല്ല. ഉണ്ട്. ഇല്ല. ഇല്ലേ? സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ സാർ. ഇപ്പം 3 ജഡ്ജിമാരിരുന്നാൽ നമ്മൾ ഫുൾ ബെഞ്ച് എന്ന് പറയും. 4 ജഡ്ജിമാർ സാധാരണ ഇരിക്കലില്ല. കേസ് കേൾക്കാൻ 5 ജഡ്ജിമാർ, 7 ജഡ്ജിമാർ, 9 ജഡ്ജിമാർ അവരൊക്കെയാണ് ഇരിക്കുക. അപ്പോൾ 5 ജഡ്ജിമാരിരിക്കുന്ന കോടതിയെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് എന്നാണ് പറയുക. മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പോൾ 9 ജഡ്ജിമാരിരിക്കുന്നതും കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചാണ്. 5-ൽ കൂടുതൽ എത്ര ജഡ്ജിമാരിരുന്നൊരു കേസ് കേട്ടാലും അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചാണ്. അപ്പോൾ ചില രാഷ്ട്രീയ നേതാക്കൾ പറയുമല്ലോ, ഞങ്ങൾ ലാർജർ ബെഞ്ചിൽ പോകും, ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ കൊണ്ട് കേസ് കൊടുക്കും എന്നൊക്കെ പറയുന്നത് ഇത് ചോദിച്ചിട്ടാണ്. അപ്പം നോക്കൂ, 9 ജഡ്ജി ബെഞ്ച് ഓഫ് ദ സുപ്രീം കോർട്ട് ക്യാൻ ബി unanimously held the recommendation made by Chief Justice of India on the appointment of Judge of the Supreme Court and the High Court without the following the consultation process of the appointment of Judge of the High Court without the following the appointment process not to binding on the government. എന്താ പറഞ്ഞേക്കുന്നത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ എന്ത് കിട്ടാതെ, കൺകറൻസ് ഇല്ലാതെ, ശരിയായ പ്രോസസ് ഇല്ലാതെ ജഡ്ജിമാരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്താൽ അത് ആര് ചെയ്യേണ്ടതില്ല? ഗവൺമെൻറ് ചെയ്യേണ്ടതില്ല. നോക്കൂ സെൻറ്റൻസ്. ദ ജഡ്ജ് 9 ജഡ്ജി ബെഞ്ച് ഓഫ് ദ സുപ്രീം കോർട്ട് ഹാസ് യുനാനിമസ്ലി എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമാണ്, യുനാനിമസ്ലി held that the recommendation made by the Chief Justice of India on the appointment of the Judge of the Supreme Court and the High Court without following the constitution process not to binding the government. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ് ഇല്ലാതെ ജഡ്ജിമാരെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്ന തീരുമാനം ഈസ് നോട്ട് ടു ബൈൻഡിങ് കൊണ്ട് ഗവൺമെൻറ്റിന് ബാധകമല്ല. The court also widened the scope of the consultation process and said that the collegium should consist the Chief Justice of India, the 4 senior most presumed judge of the Supreme Court. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ജഡ്ജിമാരുടെ പ്രമോഷനെ കുറിച്ചും ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചും ജഡ്ജിമാരുടെ ട്രാൻസ്ഫറിനെ കുറിച്ചും ഒക്കെ കൈകാര്യം ചെയ്യുന്നൊരു കൊളീജിയമുണ്ട്. അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും സീനിയർ മോസ്റ്റ് 4 ജഡ്ജിമാരും അടങ്ങുന്നതാണ്. അവരാണ് അതിനെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത്. അതിന് പറഞ്ഞേക്കുന്നത് വേറെന്താ പറഞ്ഞേക്കുന്നത്? പയസ് ജഡ്ജ്. എന്ത് ജഡ്ജാ? പയസ് ജഡ്ജ്, ദിവ്യന്മാരായ ജഡ്ജി, പയസ്. Thus, the provisions of the appointment of the Judge of the Supreme Court has been virtually rewritten by the Supreme Court. അപ്പോൾ എന്താ പറഞ്ഞത്? ദ പ്രൊവിഷൻ ഓഫ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട്. സുപ്രീം കോടതി ജഡ്ജിയുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാപരമായ എല്ലാ പരിപാടികളെയും സുപ്രീം കോടതി വളരെ വ്യക്തമായി പ്രവചിക്കുകയും മാറ്റി എഴുതുകയും ചെയ്തു. അപ്പോൾ ആരുടെ കയ്യിലായി ഗോള്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും 4 ജഡ്ജിമാരും തീരുമാനിച്ചാൽ ജഡ്ജിമാരെ പ്രൊമോട്ട് ചെയ്യാനും ജഡ്ജിമാരെ എന്ത് ചെയ്യാനും പറ്റും? ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അത് പ്രസിഡന്റ് ഒപ്പിട്ട് തരും. ആ രീതിക്കായി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് യൂണിറ്റ്സ് ഓർ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് യൂണിറ്റ്സ് ആർ നോട്ട് അൺനോൺ ഇൻ ദ ഫെഡറൽ സിസ്റ്റം. അപ്പോൾ എന്താ പറഞ്ഞേ? കോൺസ്റ്റിറ്റ്യൂട്ടീവ് യൂണിറ്റ്സ്. കോൺസ്റ്റിറ്റ്യൂട്ടീവ് യൂണിറ്റ് എന്ന് പറയുന്നൊരു സങ്കല്പം ഇന്ത്യയിൽ, ഈ കൊളീജിയൽ സിസ്റ്റം ഇന്ത്യയിലല്ലാതെ വേറെ എങ്ങുമില്ല. നോട്ട് ടു ദ ഫെഡറൽ സിസ്റ്റം. ഫെഡറൽ സിസ്റ്റത്തിൽ ഇത് കേട്ടിട്ട് കൂടിയില്ല. Hence it is essential there should be a judicial body which should be act impartially and independently to maintain the supremacy of the constitution. ഭരണഘടനയാണ് സൂപ്പർമസി, കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സുപ്രീം. ആരല്ല? സുപ്രീം കോടതി അല്ല, പാർലമെന്റ് അല്ല.
അപ്പോൾ ഭരണഘടനയുടെ സൂപ്രമസി എടുത്തു കാണിക്കുന്നതിന് വേണ്ടി, അത് തന്നെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എന്ത് വേണം? ഒരു പ്രത്യേക ബോഡി ആവശ്യമാണ് എന്ന് പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സുപ്രീം. The Constitution provides for the Supreme Court to achieve objective. അങ്ങനെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ സൂപ്രമസി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് സുപ്രീം കോടതിയെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയായി വെച്ചിട്ടുള്ളത്. The Supreme Court is the final interpreter and guardian of the Constitution. Very, very, very important point. The Supreme Court is the final interpreter. ഭരണഘടനയെ അവസാനമായി ആത്യന്തികമായി വ്യാഖ്യാനിക്കുന്നതും ഭരണഘടനയുടെ ഗാർഡിയൻ എന്നറിയപ്പെടുന്നതും സുപ്രീം കോടതിയാണ്. മനസ്സിലായോ? സുപ്രീം കോർട്ട് ഈസ് ദ ഫൈനൽ ഇന്റർപ്രട്ടർ. ഇന്റർപ്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം. ആൻഡ് ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പിടികിട്ടിയ? ഓക്കെ, ആര് വായിക്കും? ഞാൻ വായിക്കാം. Judicial Supremacy Judges Transfer Case 3. The special reference number 1 of 1998 versus 1998 7 Supreme Court Case 739. A 9 judges bench of the Supreme Court has unanimously held that the recommendation made by the Chief Justice of India 1 on the appointment of the judges of the Supreme Court and the High Court without following the consultation process are not binding on the government. The court also widened the scope of consultation process and said that the collegium should consist of the Chief Justice of India and the 4 senior most person judges of the Supreme Court. Thus, the provision for appointment of the judges of the Supreme Court has been virtually rewritten by the Supreme Court. The power to appoint is no more an executive function. Dispute between the central and the constituent units or among the constituent units are not unknown in a federal system. Hence, it is essential that there should be a judicial body which should act impartially and independently to maintain the supremacy of the Constitution. The Constitution provides for the Supreme Court to achieve these objectives. The Supreme Court is the final interpreter and the guardian of the Constitution. ഇനി എത്ര സമയം ഇരിക്കാം? അരമണിക്കൂർ കൂടെ. അടുത്തത് കോർട്ട് ഓഫ് റെക്കോർഡ്. The Supreme Court is a court of record and has all powers of such court, including power to punish the condemned for itself. Article 129. വളരെ വ്യക്തമായി മനസ്സിലാക്കണം. കോർട്ട് ഓഫ് റെക്കോർഡ്. സുപ്രീം കോർട്ട് ഈസ് കൺസിഡർഡ് ആസ് എ കോർട്ട് ഓഫ് റെക്കോർഡ്. ഹൈക്കോർട്ട് ഈസ് കൺസിഡർഡ് ആസ് എ കോർട്ട് ഓഫ് റെക്കോർഡ്. എന്താ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ? സുപ്രീം കോടതിയുടെ ഉത്തരവ് ആരെങ്കിലും ലംഘിച്ചാൽ സുപ്രീം കോടതിക്ക് വിളിച്ച് ശിക്ഷിക്കാം. ഹൈക്കോടതിയുടെ ഉത്തരവ് ആരെങ്കിലും ലംഘിച്ചാൽ ഹൈക്കോടതിക്ക് ശിക്ഷിക്കാം. അങ്ങനെ ഒരു ഉത്തരവ് ലംഘിക്കുന്നവരെ ശിക്ഷിക്കുന്ന അധികാരത്തിനെയാണ് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദി സുപ്രീം കോർട്ട് ഇൻ വിനീത് കുമാർ സിംഗ് വേഴ്സസ് ഇൻറെ എന്ന് പറഞ്ഞ റെഫറൻസ്. ഒരു ഹൈക്കോടതി ഫയൽ ചെയ്ത കേസ് ഹൈക്കോടതി ജഡ്ജി നോക്കിയിട്ട് പറയാണ്, ഇത് ഞങ്ങൾ കേൾക്കുന്നില്ല, സുപ്രീം കോടതി കേട്ടോ. അതാണ് റെഫറൻസ് കേസ്. ഇൻറെ AR 2001 സുപ്രീം കോർട്ട് 2018 has observed that ഇങ്ങനെ ഒബ്സർവ് ചെയ്തു, നിരീക്ഷിച്ചു. The law of the contempt of court is essentially means to keeping administration of justice pure and undefiled.
എന്താ പറഞ്ഞേക്കുന്നത്? കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത് വളരെ പ്യുവറായി ഡിഫൈൻഡായി നീതി നടപ്പാക്കുന്നതിനും വേണ്ടിയുള്ള സംവിധാനമാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിജിഡിലി ഡിഫൈൻ കണ്ടംപ്റ്റ്. കണ്ടംപ്റ്റ് എന്താണ് എന്ന് വ്യക്തമായി റിജിഡായി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. നമ്മളൊന്ന് മനസ്സിലാക്കണം. നമുക്ക് അടിച്ചു തോപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ കോടതി പോകേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല സർ. ഇല്ല. നമുക്കൊരു പ്രശ്നം വന്നു, നമുക്ക് ആൾക്കാരുണ്ട്, പാർട്ടിക്കാരുണ്ട്, നമ്മളെ സഹായിക്കാൻ ആളുണ്ട്, ഒന്നും നടന്നില്ലേ നമ്മൾ തല്ലി തോപ്പി. കോടതിയുടെ ആവശ്യമില്ലല്ലോ. ഇല്ല. അപ്പൊ കോടതിയിൽ പോയി ഒരു ഉത്തരവ് വാങ്ങുന്നവർ ഇത്തരം സംവിധാനങ്ങൾ ഇല്ലാത്തവരാണ്. രാഷ്ട്രീയപരമായ ദുർബലർ, സാമ്പത്തികമായ ദുർബലർ, പിന്നെ തല്ലി തോപ്പിക്കാൻ പറ്റാത്തവർ, എവരൊക്കെയാണ് കോടതിയിൽ പോകുന്നത്. അപ്പൊ കോടതി ഒരു ഉത്തരവിട്ടാൽ നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിൽ കോടതിയിൽ പോയിട്ട് വല്ല കഥയുണ്ടോ? ഉണ്ടോ? ഇല്ല. 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 അപ്പോൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ പരമപ്രധാനമായ കാര്യമാണ്. സുപ്രീം കോടതി ഒരു ഉത്തരവിട്ടു, നടപ്പാക്കാൻ പറ്റത്തില്ല. ഉത്തരവിട്ടിട്ട് വല്ല കഥയുണ്ടോ? ഇല്ല. ഹൈക്കോടതി ഒരു ഉത്തരവിട്ടു, നടപ്പാക്കാൻ പറ്റത്തില്ല. ഉത്തരവും കക്ഷത്ത് വെച്ചിട്ട് നടക്കാം. വല്ല കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞെന്താ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിജിഡ്ലി ഡിഫൈൻ കണ്ടംപ്റ്റ്. കണ്ടംപ്റ്റ് എന്താണെന്ന് വളരെ വ്യക്തമായി ഡിഫൈൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. എങ്കിലും while on hand the dignity of the court is to be maintained in all costs. കോടതിയുടെ ഡിഗ്നിറ്റി എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. The dignity of the court is maintained in all cases. എന്താ പറഞ്ഞേ? It must also be borne in mind that the contempt jurisdiction is a special nature and should be sparingly used. കണ്ടംപ്റ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ട സാധനമാണ്. സ്പെയറിംഗ്ലി യൂസ് ചെയ്യേണ്ട സാധനമാണ്. ഇറ്റ് ഈസ് ആൻ എക്സ്ട്രാ ഓർഡിനറി ജൂറിസ്ഡിക്ഷൻ. മനസ്സിലായോ? മനസ്സിലായി സാർ. സുപ്രീം കോർട്ട് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് റെക്കോർഡ് ഇൻ ദ It is charged with duties and responsibilities protecting the dignity of the court. സുപ്രീം കോടതി എന്ന് പറയുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഹെഡാണ്. അതിൻ്റെ ഉത്തരവുകൾ പാലിക്കപ്പെടണം. അതുകൊണ്ട് സുപ്രീം കോടതിക്ക് കോർട്ട് ഓഫ് റെക്കോർഡിൻ്റെ വൈഡ് പവറാണുള്ളത്. ഏറ്റവും വലിയ കണ്ടംപ്റ്റ് പവറാണ് സുപ്രീം കോടതി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് മരട് കേസിൽ ചീഫ് സെക്രട്ടറി എവിടെ തിഹാർ ജയിലിൽ പോകുന്നു എന്ന് ചോദിച്ചു. മനസ്സിലായോ? മനസ്സിലായി സാർ. In discharge and obligation of the custodian of the administration of the justice in the country and as the highest court embedded with the supremacy and appellate jurisdiction over all lower court of tribunal. സുപ്രീം കോടതിക്ക് എന്തുണ്ട്? ഇന്ത്യയിലെ എല്ലാ ഹൈക്കോടതികളെയും ഇന്ത്യയിലെ എല്ലാ കോടതികളെയും സൂപ്പർവൈസ് ചെയ്യാനുള്ള കഴിവും അധികാരവും ആരുടെ കയ്യിലുണ്ട്? സുപ്രീം കോടതിയുടെ. സുപ്രീം കോടതി. ഇന്ത്യയിലെ എല്ലാ ട്രൈബ്യൂണലുകളെയും സുപ്രീം കോടതിക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഇൻഹെറിറ്റന്റ്ലി ഡിമാൻഡഡ് ടു ഹാവ് ഇൻട്രസ്റ്റഡ് ദ പവർ ടു സീ ദ എസ്റ്റീംഡ് ജസ്റ്റിസ് ഓഫ് ദി കൺട്രി റിമൈൻസ് പ്യുവർ. That is, the course is not hindered, obstructed in any manner. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധികളെല്ലാം എന്ത് ചെയ്യണം? നടപ്പാക്കണം. എനി മാനർ. ശബരിമലയുടെ വിധി നമുക്കറിയാലോ അല്ലേ? നടന്നോ? അത് നടന്നല്ല. ഇല്ല, നടന്നില്ലേ? നടന്നില്ല. എങ്ങനെ നടക്കുന്നത്? ശബരിമല പെണ്ണ് കയറാൻ പറ്റുമോ? അന്ന് കേറിയതൊക്കെ അല്ലേ. ഒരാള് കയറി വിചാരിച്ച് എല്ലാവർക്കും തടസ്സങ്ങളില്ലാതെ വിധംപ്രദമായി കയറാൻ പറ്റുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. കുറച്ച് കഴിയുമ്പോൾ വരും. എന്താണെന്നറിയാമോ? അവിടെ സാമ്പത്തികമായി നേട്ടം കിട്ടുമെന്ന് തോന്നുവാണ്. സ്ത്രീ അല്ല, ആര് വേണമെങ്കിലും കയറിക്കൊള്ളും. The sole object of the court vending of the power to punish the contempt is always for the courts of
അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഉപയോഗിക്കുന്നത്. കോടതി ഉത്തരവുകൾ നടപ്പാക്കപ്പെടേണ്ടതാണ് എന്ന ധാരണയിലാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാർ. യെസ് സർ. ഓക്കെ ഓക്കെ സാർ. ആ മോള് വായിച്ചേ. Okay, sir. Court of Record. The Supreme Court is a court of record and has all the powers of such a court, including the powers to punish for attempt contempt for itself. Article 129. The Supreme Court in Vineet Kumar Singh in reference versus AIC is essentially meant for keeping the administration of the justice pure and undefiled. It is difficult to rigidly define the contempt. While on the one hand, the dignity of the court has to be maintained at all costs, it must also be borne in mind that the contempt jurisdiction is of a special nature and should be sparingly used. The Supreme Court is the highest court of record and it is charged with the duties and responsibility of the protecting the dignity of the court to discharge its obligation as the custodian of the administration of the justice in the country and as the highest court imbued with the supremacy and the appellate jurisdiction over all the lower courts and tribunals. It is inherently deemed to have been entrusted with the powers to see the stream of justice in the country remains pure, that its course is not hindered or obstructed in any manner, that justice is delivered without fear or favor. The sole object of the court, wielding its power to punish for contempt, is always for the course of administration of justice. മനസ്സിലായോ? മനസ്സിലായി സാർ. തൽക്കാലം നിർത്താം. 7:15 മോക്ക് ഭക്ഷണം കഴിക്കാൻ പോകണം. 5 മോളെ നിർത്താം. ഓക്കെ സാർ. അന്വേഷിക്കാൻ റേഞ്ച് കിട്ടണില്ല. റേഞ്ച് പോവുകയും ചെയ്യും. ഓക്കെ ശരി നിർത്തിയേക്കാം. ഓക്കെ ശരി. സാർ